എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചത് ഈ ബൈ ഇലക്ഷൻ വരുമ്പോൾ തന്നെ ആദ്യം പ്രഖ്യാപിച്ചത് UDF ആയിരുന്നു, ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ UDF ഒരു അഭിപ്രായ ഭിന്നതയും ഉണ്ടായിരുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിന് മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത്. നേരെ മറിച്ച് NDAയും BJPയും പിന്നെ CPMും LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ ഇവർ ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ള ചർച്ച മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ കൂടുതലും അതായത് എം സ്വരാജിൻ്റെ പേര് ആദ്യം പുറത്ത് കൊണ്ടുവന്നത്, അതായത് എം സ്വരാജിനാണ് നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊരു വാർത്ത പുറത്തു കൊണ്ടിരുന്നത് Media One ആയിരുന്നു. അപ്പോൾ അത്ര ശരിക്കും ഈ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു മുസ്ലിം വനിത നിലമ്പൂർ ആകും എന്ന ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ അന്തിമമായിട്ട് മുഖ്യമന്ത്രിയുടെ മരുമകനും ഇടപെട്ടിട്ടാണ് ഈ സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എം സ്വരാജിനെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക. ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയും മരുമകനും ചേർന്ന് എം സ്വരാജിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അത് ആദ്യം ഇതിൻ്റെ ചരിത്രത്തിലോട്ട് വരുന്നതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയും മരുമകനും എം സ്വരാജിനെ അവനെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? അതായത് ഈ ഒന്നാം പിണറായി സർക്കാരിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തോമസ് ഐസക്, G സുധാകരൻ, മറ്റേ ശൈലജ ടീച്ചർ, അങ്ങനെയുള്ള വെറ്ററൻ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരുപാട് എക്സ്പീരിയൻസുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എല്ലാം അവർക്ക് സീറ്റ് പോലും കൊടുത്തില്ല. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുമകനെ ഭാവിയിൽ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടാനും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭീഷണിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ വേരോടെ പിഴുതെറിയാനും വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വരാജിന് സീറ്റ് കൊടുത്തു. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ സ്വരാജിന് സീറ്റ് കൊടുത്തു. തൃപ്പൂണിത്തറ നിർത്തിയിട്ട് അവിടെ പിണറായി വിജയന് സ്വാധീനമുള്ള ഒരു ഏരിയയാണ് തൃപ്പൂണിത്തറ. K ബാബുവിനെതിരെയാണ് സ്വരാജ് മത്സരിച്ചത്. അപ്പോൾ ഇതേ CPMൻ്റെ ആൾക്കാരെ കൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ സ്വരാജിനെ തീർത്തു. പല മണ്ഡലത്തിലും CPM സ്വാധീനമുള്ള പല ബൂത്തുകളിലും CPM പുറകിലായി. K ബാബുവിനാണ് വോട്ട് പോയത്. അപ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുമകന് ഭീഷണിയായിട്ട് വരുന്ന, ഭാവിയിൽ ഭീഷണിയായേക്കുന്ന ആൾക്കാരൊക്കെ വേരോടെ പിഴുതെറിയുക, അവരെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കുക. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ സ്വരാജിനെ CPM നിയന്ത്രിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഹെഡായിട്ട് നിയമിച്ചൊന്ന് ആലോചിക്കുക. സ്വരാജിനെ പോലത്തെ, അതായത് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഇദ്ദേഹം ഒരു ആൻറ്റി ഹിന്ദു ആണ്, ആൻറ്റി നാഷണൽ ആണ്, അങ്ങനെ പല അലിഗേഷനും ഉണ്ട്. ഒരുപാട് തെളിവുകളും ചാനൽ ചർച്ചയിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിലുണ്ട്. അവിടെ ഇരിക്കട്ടെ അതൊക്കെ. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു ടാലൻ്റുള്ള ഒരാളെ ഈ പാർട്ടിയുടെ യൂട്യൂബ് ചാനലിൻ്റെ തലപ്പത്തിരിക്കാൻ മാത്രം അത്രത്തോളം അടിച്ച് അദ്ദേഹത്തിന് വെട്ടി നിരത്തിയിരിക്കുകയാണ് ഈ മരുമകൻ മുഹമ്മദ് റിയാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും അതിനുശേഷം ഈ സ്വരാജിന് എന്ത് തന്നെയായാലും ഈ സ്വരാജിന് CPMൻ്റെ അണികൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലൊക്കെ നന്നായിട്ട് സ്വരാജിൻ്റെ ചർച്ചകളും ഇതൊക്കെ നന്നായിട്ട് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭാവിയിൽ തനിക്ക് ഭീഷണിയായേക്കും എന്ന് കരുതിയിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ശരിക്കും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഒരു മുസ്ലിം വനിതയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നാണ്. പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസ് ഇടപെട്ടിട്ട് സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് Media One സ്വരാജിൻ്റെ പേര് വലിച്ചിട്ട് ചർച്ച ചെയ്യുന്നതും. അതായത് സ്വരാജാണ് നിലമ്പൂർ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും യോഗ്യ എന്ന തരത്തിലുള്ള ഇതൊരു ചർച്ച വന്നത് ഈ Media One അതിനുശേഷം കൈരളി TVയിലും പോലും വന്നു. സ്വരാജാണ് അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന തരത്തിൽ. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആശാ വർക്കർമാരെയും സൈബർ ഗുണ്ടകളെയും ഈ മരുമകൻ റിയാസ് അവിടത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഈ സ്വരാജിനെതിരെ ഇവിടെ സൈബർ ലോകത്ത് വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതായത് സ്വരാജ് ഒരു ആൻറ്റി നാഷണലാണ്, സ്വരാജ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, സ്വരാജ് ഒരുപാട് ഇന്ത്യ വിരുദ്ധനാണെന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം ഈ ഗുണ്ടകൾ, ഈ സൈബർ ഗൂൺസ്, മുഹമ്മദ് റിയാസ് നിയമിച്ച സൈബർ ഗൂൺസ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല ആശാ വർക്കർമാർ, അതായത് CPMന് സ്വാധീനമുള്ള ചില ആൾക്കാരെ സ്വാധീനിച്ചിട്ട് ഈ ആശാ വർക്കർമാരെ നിലമ്പൂരിലോട്ട് അയക്കുകയാണ്. അതെന്തിനാണെന്നറിയോ? ഓരോ വീടും കയറിയിട്ട് എല്ലാ വീടും അവിടുത്തെ ആ നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിലെ എല്ലാ വീടും കയറി ഇറങ്ങിയിട്ട് നമ്മൾക്കെതിരെ, ആശാവർക്കർമാരെതിരെ ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോകുന്ന പല നിലപാടുകളും വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്വരാജിൻ്റെ തോൽവി ഉറപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് ഒരു പ്രീ പ്ലാൻഡ്, നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഇവർ തീരുമാനിച്ചില്ല, ഒരു മുസ്ലിം വനിതയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ചാനലിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് Media One പോലുള്ള ജിഹാദി ചാനലിനെ ഉപയോഗിച്ചിട്ട് സ്വരാജിൻ്റെ പേര് ഡ്രാഗ് ചെയ്യുകയും സ്വരാജിനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നറേറ്റീവ് കൊണ്ടുവരികയും ചെയ്തു. അത് കൊണ്ടുവന്നിട്ട് തോൽപ്പിച്ചിട്ട് മൂലക്കിരുത്താൻ തന്നെയാണ് പരിപാടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ 2026 നടക്കുന്ന ഇലക്ഷനിൽ സ്വരാജിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീ പ്ലാൻഡ് പരിപാടി തന്നെയാണ്.
അതായത് അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ശരിക്കും എന്താണ് സംഭവം എന്ന് അറിയോ? 2026 എന്തായാലും CPM ഭരണം കിട്ടാൻ പോകുന്നില്ല. ഇൻ കേസ് BJP ഒരു 10 സീറ്റ് പിടിച്ചാൽ പോലും കേരള രാഷ്ട്രീയം കലങ്ങി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണറായി വെറും 0 ആണ്. ഇപ്പം 41 കാറിൻ്റെ സെക്യൂരിറ്റി കാറുകളുടെ അകമ്പടിയോട് കൂടിയാണ് ഇദ്ദേഹം ഈ കാരണഭൂതൻ സഞ്ചരിക്കുന്നത്. നേരെ മറിച്ച് ഭരണം ഇല്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഒരു കാർ പോലും ഒരു സെക്യൂരിറ്റി പേഴ്സൺ പോലും ഇല്ലാതെ കേരളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കേണ്ട ഒരു സാധാരണ മനുഷ്യനായിട്ട് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു സാധാരണക്കാരനായിട്ട് ഒരു കാറിൽ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ ഈ കേരളത്തിൻ്റെ കണ്ണൂരിലെ തെരുവിലൂടെ തിരുവനന്തപുരത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അവൾ പാർട്ടിയുടെ പിടി അഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നമ്മുടെ കേന്ദ്രത്തിൽ MA ബേബി ഉണ്ട്. MA ബേബി ഒരു അവസരത്തിന് നോക്കി കാത്തിരിക്കുകയാണ് പിണറായിക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഭരണം പോയി കഴിഞ്ഞാൽ പാർട്ടി എന്താ പറയുക 0 ആവും പിണറായി. അപ്പോൾ ഈ മരുമകൻ്റെ ഒക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുമകൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് ദേഷ്യമുണ്ട്. പാർട്ടിയിലെ ഒരുപാട് ടാലൻ്റുള്ള, കഴിവുകളുള്ള, കപ്പാസിറ്റിയുള്ള, കാലിബറുള്ള ആൾക്കാരെയൊക്കെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ മരുമകന് വേണ്ടിയിട്ട് എന്താ പറയുക ഇവരൊക്കെ ചവിട്ടി താഴ്ത്തി. അപ്പോൾ അവരൊക്കെ തക്കം പാർത്തിരിക്കുകയാണ് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ഭരണം പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവരൊക്കെ താൽക്കാലികമായിട്ട് പത്തി താഴ്ത്തിയിരിക്കുകയാണ്. അവരൊക്കെ പൂർവാധികം ശക്തിയിൽ തിരിച്ചു വരും. ഒരുപാട് പാർട്ടിയിൽ എന്താ പറയുക ടാലൻ്റുള്ള യുവാക്കളുണ്ട്. പാർട്ടി എന്ത് തന്നെ ആയിക്കോട്ടെ, പാർട്ടിയുടെ ഈ കറണ്ട് സിറ്റുവേഷൻ നോക്കണ്ട, അവരുടെ ആശയം എന്താ ആയിക്കോട്ടെ, അവർ ഇന്ത്യ രാജ്യത്തോടും ഇന്ത്യയുടെ സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ ആശയം എന്താ പറയുക പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ നല്ല യുവാക്കൾ ആ പാർട്ടിയിലുണ്ട്. അവരൊക്കെ വെറുതെ ഇരിക്കില്ല. ഈ എന്താ പറയുക മരുമകന് സ്ത്രീധനമായി കിട്ടിയ ഈ സ്വാധീനം എന്താ പറയുക ഉപയോഗിച്ച് ഇത്ര നല്ല കളിച്ചു. പക്ഷേ ഭരണം പോയി കഴിഞ്ഞാൽ ആ കളിന് പാർട്ടി നടക്കില്ല. അപ്പോൾ ഇവനൊക്കെ എടുത്തിട്ട് തേക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനു വേണ്ടിയിട്ടുണ്ടല്ലോ ഒരുപാട് പാർട്ടിയിലെ ആൾക്കാർക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് ഈ എം സ്വരാജിനെ പോലെയുള്ള ടാലൻ്റുള്ള ആൾക്കാരെ നേരത്തെ തന്നെ പേരോടെ പിഴുതെറുതി എന്നേക്കുമായി രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് നിലമ്പൂരിൽ എന്താ പറയുക നിർത്തിയിരിക്കുന്നത്. ആ നിലമ്പൂർ നിർത്തിയിട്ട് ഇവിടെ ആശാവർക്കർമാർ, മാസങ്ങളായ ആശാവർക്കർമാർ കേരള സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു. അവരെ അങ്ങോട്ട് വിടുകയാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ വീടുകളും കയറിയിട്ട് CPM സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്താൻ അതിന് പിന്നിൽ ഇവിടുത്തെ CPM ഒരു വിഭാഗം ആൾക്കാർ തന്നെയാണ്. ഒരു സംശയമില്ല അതിനകത്ത്. തിരുവനന്തപുരത്തില്ലേ ഈ പാർട്ടിയിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരുപാട് സീനിയർ ലീഡേഴ്സൊക്കെ ഉണ്ട് പല ജില്ലകളും. പ്രത്യേകിച്ച് കണ്ണൂരിലെ ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മരുമകന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഈ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. അതായത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു ഇതാണ് സ്വരാജ് തന്നെ മുന്നോട്ട് വന്നു. അതായത് പിണറായി വിജയൻ ആരെങ്കിലും കൈ പൊക്കിയിട്ട് ഇങ്ങനെ പ്രചാരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വരാജ് പറഞ്ഞു ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, അന്ധവിശ്വാസത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഞാൻ ജനങ്ങളിലാണ് വിശ്വസിക്കുന്നത്. ഞാനിവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും, ജനങ്ങൾക്ക് എന്താ പറയുക ഞാൻ കുറേ ഇത് കൊടുക്കും, അവർ എന്നെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വരാജിനും പേടിയായിട്ടുണ്ട്. അതായത് ഈ കാരണഭൂതം കൈപിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ അവിടെ തോൽവി ഉറപ്പാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നടന്ന ബൈ ഇലക്ഷനൊക്കെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അത്രത്തോളം അത് എന്താ പറയുക സ്വരാജിൻ്റെ തോൽവി ഉറപ്പാക്കും. ആ മെഷീനറി ഉപയോഗിച്ചിട്ട് CPM തോൽവി ഉറപ്പാക്കാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.